കാബൂളി ചെനാമുറുക്ക് ചായര കിഴികെട്ടിയിട്ട് ഇതിലിട്ടു. ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കണു. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളറാണ്. ബട്ടർ ചിക്കനൊക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ ഒരു സ്മെൽ മണം. സമയോചിതമായ ഇടപെടൽ മൂലം. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട്. മറ്റേ കളി കളിക്കില്ലേ താജ് ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ 2000 രൂപ ഒരു പ്ലേറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെ ഉള്ളത് കൊച്ചിയിലത്തെ താജ് ഹോട്ടലിലത്തെ ഷെഫായിട്ടുള്ള തരേശൻ ചേട്ടനാണ് കേട്ടോ. തരേശൻ ചേട്ടൻ എന്നൊരു കിടിലൻ സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു കാബൂളി ചോലെ മുറുകാണ് ഡിഷ്. ഇതൊരു പഞ്ചാബി ഡിഷാണ്. അതാണ് പഞ്ചാബി ഡിഷാണ്. സാധനത്തിന്റെ പേര് കാബൂളി ചോലെ മുറുക്. 3 പേരുണ്ട് അതിന്. ഉപയോഗിക്കുന്നത് വെള്ളക്കടല ഉപയോഗിക്കും. ഇന്നലെ കുതിർത്ത് വെച്ചതാണ്. 200 ഗ്രാം കാണും. 200 ഗ്രാം ഇല്ലത്, ഒരു 150 ഗ്രാം അത്രേ ഉള്ളൂ 150 ഗ്രാം കുതിർത്തിയത്. അപ്പൊ മുറുക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിയില് ചിക്കൻ. അപ്പൊ അതാണ് കേട്ടാ. അപ്പൊ ചിക്കൻ ഉണ്ട്, വെള്ളക്കടലുണ്ട്. വെള്ളക്കടല ആദ്യം വേവിക്കലാണ് നമ്മുടെ പരിപാടി. അത് ഇന്നലെ കുതിർക്കാൻ ഇട്ടിരുന്നതാണ്. അത് നന്നായി കഴുകി വാഷ് ചെയ്തതിന് ശേഷം വെച്ചു. ഇതൊരു 600 ഗ്രാം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇത് 600 ഗ്രാം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതിന് ഒരു 150 ഗ്രാം വെള്ളക്കടല ഇന്നലെ കുതിർക്കാട്ട് വെച്ചിരുന്നതാണ്. അതിനകത്ത് മഞ്ഞപ്പൊടി, സോൾട്ട്, പിന്നെ വെള്ളം, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ തേയില ടീ, അതൊരു തുണിയിൽ കെട്ടി ബോയിൽ ചെയ്യാൻ വയ്ക്കും. അപ്പോൾ ഈ തലേദിവസം കുതിർത്ത് വെച്ച വെള്ളക്കടല ഇതിലേക്ക് നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനമാണ് കേട്ടോ ചേർക്കാൻ പോണത്. എന്നിട്ടെന്നറിയോ, നമ്മുടെ ചായല. ഈ ചായല നേരെ ചേർക്കില്ല, വെള്ളത്തുണിയിൽ കെട്ടിയിട്ടു. കെട്ടിക്കോ, ഒരു വെള്ള തുണിയിൽ ഇതിങ്ങനെ കെട്ടും. ഇതിങ്ങനെ കെട്ടിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇടാം. വൃത്തിയുള്ള ഒരു തുണിയിൽ, ഇങ്ങനെ വെള്ള തുണിയിൽ കേട്ടാ ചായല കിഴികെട്ടിയിട്ട് ഇതിലിട്ടു. പിന്നെ ഇതിലെന്തിട്ടേക്കടാ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ സോൾട്ട്, ഒരു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടു. ഉപ്പിട്ടു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ സാധനങ്ങളൊന്നും ഇടില്ല അല്ലേ. ഇപ്പോ ഇടും. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു. ഇതിനകത്ത് ഒരു മറ്റേ ബേ ലീഫ്, ഒരു സിനമൺ സ്റ്റിക്ക്, 2 ക്ലൗസ്, ഒരു 2 ഗ്രാമ്പു 3-4 ഇട്ടു, 2 ഏലക്ക ഇട്ടു. എന്നിട്ട് ഇത് കുക്കറിൽ 3 വിസിലടിക്കാൻ വെക്കാം. 3 വിസിലടിപ്പിക്കണം കേട്ടോ. അത് കാറ്റ് അവിടെ നിന്ന് ഇങ്ങടാണ്. ഇപ്പൊ നല്ല കാറ്റുണ്ടേ. 3 വിസിലടിക്കണം കേട്ടാ. ഇനി ഇത് വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് വേറെ ചിക്കൻ മാരിനേഷൻ ചെയ്യാം. ഇത് മാരിനേഷൻ ചെയ്യാൻ പോകണം. അതായത് ഇതെല്ലാം മസാല പുരട്ടി വെക്കാൻ പോകണം. അതിനകത്ത് 150 ഗ്രാമാണ് കേട്ടോ നമ്മൾ കടല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനുള്ള ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊരു എന്തോരം ഉണ്ടാവും? ഇത് 1/2 കിലോ ഉണ്ട്. 600 ഗ്രാം ഉണ്ടാവും. ഇതിനകത്തേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. അതന്നെ നോക്കി. ഇത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഒരു 10-15 മിനിറ്റ് പരട്ടി വെക്കണം. തൈര് ഒഴിക്കാം. ഇതും കുറച്ച് തൈരും, 1 സ്പൂൺ തൈരും, അല്പം കൂടെ ഒഴിച്ചോ. ഓക്കെ. ഇത് മാരിനേഷൻ എന്നാ പറയുക. ഇത് ഒരു 15 മിനിറ്റ് പരട്ടി മാറ്റി വയ്ക്കുക. ഇത് ചെറിയ പീസുകളാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മറ്റേ ചില്ലി ചിക്കനേക്കാളും കുറച്ചും കൂടെ വലുതാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഒരടുപ്പത്ത് നമ്മുടെ വെള്ളക്കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഒരു നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രം വെച്ചിട്ട് ഒരു കടായി വെച്ചു. ഇതിലേക്ക് ആവശ്യമുള്ള ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. പഞ്ചാബി നോർത്ത് ഇന്ത്യയിലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ശരി. ഇതിലേക്ക് ഒരു കുറച്ച് ജീരകം, കുറച്ച് ഗരം മസാല, കാടമം ഗ്രീൻ, അതായത് ഏലക്ക, ഒരു പട്ട, 2-3 മറ്റേ ഗ്രാമ്പു, ഒരു ബേ ലീഫ്, 2 ബേ ലീഫ് ഇട്ടുണ്ട്. കുഴപ്പമില്ല, 2 ബേ ലീഫ്. ഇത്രയും സാധനം ഇടാം. അതൊക്കെ പൊട്ടിയിട്ടാ. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഒരു കുടം അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ പൊടി അരിഞ്ഞത്. അതൊന്ന് മൂക്കട്ടെ. വെളുത്തുള്ളിയുടെ മണം കുറച്ച് വരണം. വന്നതിന് ശേഷം ഇതിലേക്ക് സവാള ഇടും. സവാള ഇവിടെ ഒരു 3 ഒരു ചെറുത് കേട്ടാ. ഇടത്തരം പറയാൻ പറ്റില്ല. മീഡിയത്തിനേക്കാളും ചെറുത്.
സബോളയാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. അതിടില്ല എനിക്ക് ഇതൊന്നായിട്ട് ഒന്ന് വെളുത്തുള്ളി ഒന്ന് കളറായിക്കോട്ടെ. അതിന് ശേഷം 4 സബോള അരിഞ്ഞത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിടും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് സോൾട്ട്, ഉപ്പ്. ഇത് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഇത് മൂടി വയ്ക്കാമെന്നാണ് നമ്മുടെ തരേശൻ ചേട്ടൻ പറയുന്നത്. നമ്മൾ കുക്കർ 3 വിസിലടിച്ചു കേട്ടാ. ഒരു വിസിലടിച്ചപ്പോൾ ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കെടുത്താല്ലേ? കെടുത്തിക്കോളൂ. ഇപ്പുറത്ത് ഇതായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് നമ്മളൊരു ജീര റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജീര റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാബൂളി ചോല മുറുകിന് ഒരു കോമ്പിനേഷനാണ് ജീര റൈസ്. അത് ബസുമതി റൈസ് വെച്ചിട്ടാണ് ജീര റൈസ് ഉണ്ടാക്കുന്നത്. അത് കാണിച്ചു തരാം. അപ്പം അത് വേവിക്കാനായിട്ടുള്ള വെള്ളം വയ്ക്കാം. നമ്മൾ ഊറ്റിയെടുക്കുക ചെയ്യണേ. അതിനുള്ള വെള്ളം വയ്ക്കാം. തന്നെ ഇരുന്ന് പോണ്. വെള്ളം വെച്ചു. ഇതിലേക്കുള്ള അരി നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബസ്മതി റൈസ് 2 കപ്പ്. ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കണു. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളർ ആവണം. കുറച്ചും കൂടി ആവാണ്ട് കേട്ടാ. ഇനി മൂടി വയ്ക്കണ്ട അല്ലേ? കാറ്റ് പിടിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റില്ലേ? വെറുതെ അല്ല എന്നോട് നിന്നാ മതി എന്ന് പറഞ്ഞു ചേട്ടൻ. അങ്ങോട്ടൊന്ന് കാണിച്ചേ. അങ്ങോട്ടൊന്ന് കാണിക്കൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. മറ്റേ മുളക് പൊടി ഉപയോഗിക്കില്ലേ? മറ്റേ മുളക് പൊടി ഉപയോഗിക്കില്ല, പഞ്ചാബീസ് കൂടുതലാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, ജീരക പൗഡർ. ജീരക പൗഡർ. നമ്മുടെ തരേശൻ ചേട്ടനെ അളവുകൾ ഓരോന്നും ഓരോ സാധനങ്ങൾ ചേർക്കണതിൻ്റെ അളവുകൾക്ക് ഒരു തപ്പലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ തുന്തുരി ചെയ്യുമ്പോഴും അവനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവർക്ക് കുറേ പേർക്കല്ലേ ഉണ്ടാക്കാം ഹോട്ടലിൽ. അപ്പോൾ എല്ലാ സാധനങ്ങളും കുറേ ഇരിക്കുന്നുണ്ടാവും എല്ലാ പാത്രത്തിലും. അതിൽ നിന്നൊക്കെ കൈ കണക്കാ. കൈ കൊണ്ടാണ് എല്ലാം വാരിടുക അല്ലേ? ഞാൻ ഇത്ര ടീസ്പൂൺ, ഇത്ര ടേബിൾ സ്പൂൺ അങ്ങനെയുള്ള കണക്കൊന്നല്ല, എല്ലാം കൈ കൊണ്ടിടാ. അപ്പം നമുക്കിപ്പോൾ കുറച്ചുണ്ടാക്കുമ്പോഴേ ആൾക്ക് അളവുകൾക്കൊരു ഇത് വരും. ഇനി ഇത് വേണ്ടേ? 4 തക്കാളി പേസ്റ്റ് അടിച്ചതാണ് കേട്ടത്. ഒഴിച്ചോളാം. ഇത് കുക്കാവട്ടെ. കുക്കായതിന് ശേഷം ഇതിനകത്ത് ചിക്കൻ ഇടും. ഇതിലിനി ഉപ്പിടണം. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിടാം. ഇപ്പോൾ കുറച്ച് മൂടി വയ്ക്കാൻ പറ്റും. ഇപ്പം ഇത്രയും സമയം കൊണ്ട് എന്തായാലും ചിക്കൻ ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഉണ്ടാവും. എപ്പോഴും ചിക്കൻ നമ്മൾ ഇത് മാരിനേഷൻ ചെയ്ത് വെക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരില്ല. വെറുതെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാം മസാലാസൊക്കെ പരട്ടി വെച്ച് മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും ഇരിക്കണം. ഇതിപ്പോൾ നമ്മൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആയി കഴിഞ്ഞാൽ, ഇത് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചിക്കൻ ചേർക്കാം. ശരിക്കും ചിക്കനിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കും അല്ലേ? ഉപ്പും മുളകൊക്കെ പിടിക്കും. എന്ത് ഭക്ഷണമായാലും ശരി, ഫിഷ് ആയാലും ശരി, നമ്മൾ മാരിനേഷൻ എന്ന് പറയാം. അതിന് മാരിനേഷനോ എല്ലാം മസാലയെല്ലാം തേച്ച് പിടിച്ച് വെക്കുക. ഈ വെള്ളം എനിക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടാ. ഞാൻ വേണമെങ്കിൽ തെറിച്ചു തോന്നുന്നുണ്ട്. തെറിച്ചാ വേറെ ഷർട്ട് എടുത്താൽ മതി. അയ്യോ ചേട്ടനപ്പോ അവിടെ ഉപയോഗിക്കണ മറ്റേ സാധനമൊക്കെ കൊണ്ടുവരുന്നില്ലേ? ഏപ്രനും തൊപ്പിയൊക്കെ കൊണ്ടുവരായിരുന്നില്ലേ? വേണ്ട, റിട്ടയർഡ് ആയിട്ട് ആലോചിക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയില 1 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തക്കാളി കുക്കായി കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്ത് ചിക്കൻ ഇടാൻ പോവാണ് കേട്ടോ. ഇടട്ടെ? പതുക്കെ ഇട്ടാൽ അതിലേക്ക് തിരക്കണ്ട. ഇന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കും. ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അടച്ചു വെച്ച് ചിക്കൻ കോഴി വയ്ക്കണം. അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഈ വെള്ളേ അരി വയ്ക്കാനുള്ള വെള്ളം തിളയ്ക്കണില്ല. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ചേ ചേട്ടൻ തീ മറ്റേ നമ്മുടെ വലിയ അടുപ്പില്ലേ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ ചുറ്റും കവറിങ്ങുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ലേ. അപ്പം അതവിടെ തിളക്കട്ടെ. അപ്പോഴേക്ക് ഇതായിക്കോളൂ. ഇവിടെ ബട്ടർ ചിക്കനൊക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു സ്മെൽ മണം ആ ജീരകം ഉള്ളതുകൊണ്ടാവും. ഏകദേശം ബട്ടർ. ഇത് പഞ്ചാബി ഡാബ സ്റ്റൈൽ എന്ന് പറയും. നമ്മൾ വീടുകൾ ഹോം സ്റ്റേ ഉണ്ടാക്കുന്നതാണ്. അതെ. ഇത് വെന്തോ നോക്കണം.
കാണിച്ചുള്ള തുണി എടുത്ത് മാറ്റാം. ഞാൻ അതും തൊട്ട് സാധനം അയ്യോ കയ്യോണ്ട് ചേട്ടാ. കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് ചൂടൊന്നും പ്രശ്നമില്ല. നമ്മള് ഹൈവേ പറഞ്ഞോ ഹൈവേയില് അല്ല നമ്മള് ഹൈവേ കൂടെ പോകുമ്പോഴേ ദാബാന്ന് പറഞ്ഞിട്ട് കൊറേ അതന്നെ അതന്നെ അതന്നെ. വെന്തുണ്ട് കടല വെന്തു. ഓക്കെ, അത് തന്നെയാണല്ലേ. ഒരു 1/2 സ്പൂൺ കൂടി ഇട്ടാൽ നോക്കാം. പിന്നെ വേണേൽ അതിൽ കുറവ് തിളക്കിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ചതിന് ശേഷം ഊറ്റും. വെള്ളം തിളച്ചുട്ടാ. അപ്പൊ അരി കുതിർത്ത് വെച്ച അരി ഇടുന്നു കേട്ടാ. ബസ്മതി അരിയാണ്, നീളൻ അരി. 2 കപ്പ് ഉണ്ട് കേട്ടോ, 2 കപ്പ്. ഇന്ത്യ ഗേറ്റിന്റെ അരിന് ഭയങ്കര വിലയാണ്. ഞാൻ വിചാരിച്ചത് എന്താ ചേട്ടൻ വില പറയാത്തതെന്ന്. ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച കടല ചേർക്കാൻ പോവാണ് കേട്ടോ. കാബൂളി ചണ, അതായത് വെള്ളക്കടല. അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഈ കടലയ്ക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചായയിലിട്ടത്. ചായയിലിട്ട് കളർ കിട്ടും ചെയ്യും. അത് ടേസ്റ്റ് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് വരും അല്ലേ? തിളച്ചു പോയി. തിളച്ചു പോയേനെ. അപ്പോഴത്തേക്കും ചേട്ടന്റെ എന്താ പറയാ, അതെ, സമയോചിതമായ ഇടപെടൽ മൂലം നീളം കൂടുതലാണ്, നല്ല അരിയാണ്. ഇതിനകത്ത് ഇത്തിരി ചണ മസാല പൗഡറിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ 1 സ്പൂൺ ചണ മസാല കൊണ്ട് ഇടാണ് കേട്ടോ. ഈ ചന മസാല എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണ്ട, ഇതാണ് കേട്ടാ. ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ആദ്യം ഈ ചേട്ടൻ ഈ ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ചന മസാല എന്ന് പറഞ്ഞപ്പോഴേ ചാട്ട് മസാലയാണോ തെറ്റി പറഞ്ഞതാണാവോ ചോദിച്ചു. ചാട്ട് മസാല എന്നിട്ട് വാങ്ങിച്ചേ. അപ്പോഴാണ് ആള് പറഞ്ഞേ അത് വേറെ ഇത് വേറെ. ചണ മസാല ഇത് നമ്മളെ ഈ മറ്റേ ബട്ടൂരിക്കൊക്കെ ഉണ്ട്, ചണ ബട്ടൂരിക്കൊക്കെ ഉപയോഗിക്കണത്. സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നത്. അപ്പൊ അതാണ് കേട്ടോ. ഇപ്പൊ അതിന്റെ മണം കുറവായിട്ട് അത് ഇട്ടു. അത് നേരത്തെ ഇട്ടുണ്ടായിരുന്ന കുറച്ച് കുറവായിരുന്നുണ്ട്. നേരത്തെ ഇട്ടു, അതൊക്കെ ഇട്ടു, നേരത്തെ ഇട്ടാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഇറക്കാൻ പോകണം കേട്ടോ. 2 സ്പൂൺ നെയ്യ്. അത്യാവശ്യം നല്ലോണം നെയ്യ് ചേർത്തുണ്ട്. നെയ്യ് തെളിയും ശരിക്കില്ലേ? കാണാൻ ഭയങ്കര കൂട്ടാനാട്ടാ. അത് ഭയങ്കര കൂട്ടാനാട്ടാ. അത് ചപ്പാത്തിക്ക് പഠിക്കാമല്ലേ? ചപ്പാത്തിക്ക് നല്ല ചപ്പാത്തി, അല്ലെങ്കിൽ തവ പൊറോട്ട, റൊട്ടി, തന്തൂർ റൊട്ടി, നാൻ, അങ്ങനെയൊക്കെ കൂടെ. ജീര റൈസിന്റെ കൂടെയും കഴിക്കാം. സൂപ്പറായിട്ട് കൂട്ടാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ സൂപ്പറായിട്ടില്ല ചെറുതാ മിനിച്ചിൻ്റെ ഇടാ. നെയ്യിന്റെ കുത്തുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. നെയ്യിന്റെ കുത്തുണ്ടാവില്ല. അവര് നെയ്യ് കഴിക്കും. പഞ്ചാബീസ് നെയ്യ് കൂടുതൽ കഴിക്കും അവര്. ചേട്ടത് നോക്കണം, അരി വെന്ത് കുഴയില്ല. കുഴയില്ല. അത് ഊറ്റാറായി തോന്നുന്നു കേട്ടോ. ഊറ്റിക്കോളാം. ഇതൊരു 90% വേവ് മതി. പിന്നെ അതിലിരുന്ന് വേവും. ഇരുന്ന് വേവും. അത് ഇതിനകത്ത് ഒരു 4 ചെറിയ ടീസ്പൂണ് ക്രീം ഒഴിക്കാൻ പോകണം കേട്ടോ. 1 2 3 4 കുക്കിംഗ് ക്രീം കേട്ടോ. കുക്കിംഗ് ക്രീം ചേർത്ത് ഇളക്കൂല്ലേ? ഇളക്കണം. എന്നാലേ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് നോക്കാൻ വേണ്ടി എടുത്തതാട്ടെ ഒരു കുഞ്ഞു പീസ്. ഞാൻ വിചാരിച്ചു ക്രീം ഇങ്ങനെ ലാസ്റ്റ് അത് വേണേ. ഇത് കഴിഞ്ഞു. ഇത് ഗാർണിഷ് ചെയ്യാൻ പോകണം കേട്ടോ. തീകെടുത്ത് മല്ലിയില, ഗാർണിഷ് ചെയ്യാൻ പോകണം കേട്ടോ. തക്കാളി, പച്ചമുളക്, ഇത് മാറ്റി ഒഴിച്ചു എല്ലാം ഒഴിച്ചു. അല്ല അതിന് ഭംഗിക്ക് ഇങ്ങനെ ഒഴിക്കൂ? വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. പച്ചയും ചുവപ്പൊക്കെ ഒരു വെള്ളയും കൂടി ഒരു വെറൈറ്റി. ഒരു കളർഫുൾ ആയില്ലേ? ഓക്കെ, അപ്പൊ ചിക്കൻ കറി റെഡി കേട്ടാ. അയ്യോ ഇതിന്റെ പേരെന്തിട്ടായിരുന്നു? ഇത് കാബൂളി ചണ മുറുക്ക്, പഞ്ചാബി ഡിഷാണ്. അരി വെച്ച പാത്രം ഞാൻ വെക്കുന്നത് അതാണ്. ഇതില് ചോറിന്റെ ഇല്ല അല്ലേ? ചേട്ടനാണ് ഇത് കഴുകി കൊണ്ടുവന്നതാണ് പറയണേ. ചോറിന്റെ ഇല്ല അല്ലേ? അവിടെ ഇവിടെയൊക്കെ ഇത്തിരി ഉണങ്ങി കടിച്ചിരിക്കുന്നുണ്ട്.
കഞ്ഞിവെള്ളത്തിന്റെ ചില അവശിഷ്ടങ്ങൾ. ചോറ് ഊറ്റിയത് പറയട്ടെ, നല്ല വെള്ള ചോറ് ഒക്കെ എണീറ്റിക്കണു, ഷോക്ക് അടിച്ച പോലെ. അത് നല്ല വില കൂടി അരിയാകുമ്പോഴേ കാണാനും ഭംഗിയാ, തുമ്പ പോകും. അതുകൊണ്ടാണ് ഇതുകൊണ്ട് അവിടെ പുലാവ് റൈസ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ അന്ന് ഉണ്ടാക്കി പുലാവ് ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും അത് പറ്റിച്ച് ബിരിയാണി അതെ അതന്നെ. അവിടെ ഞാൻ പറഞ്ഞു പൈസ കൊടുക്കുമ്പോൾ അതിനുള്ള ഇത് കൊടുക്കണ്ടേ നമ്മൾ കമ്പനി, അതല്ലേ. അപ്പോ വെള്ളം വറ്റിട്ടാ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ജീര റൈസ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ കാബൂളി മുറുകിന് അതിന്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ജീര റൈസ് ആണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിലേക്ക് റൈസ് നമ്മൾ വേവിച്ച് വെക്കൽ കഴിഞ്ഞു. അതിലേക്ക് 3 സ്പൂണ് നെയ്യ്, 2 ചെറിയ ടീസ്പൂണാണ് കേട്ടോ, 3 ചൂടാവട്ടെ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീര ഇടുന്നു. ഇത്രയും അരി ഉണ്ടല്ലോ നമ്മൾ ഇളക്കിക്കോളാം. ഇളക്കാം. റൈസ് എടുത്തോളാം. ഇത് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് റൈസ് ഇടും. ലാസ്റ്റ് മല്ലിയിലും പച്ചമുളക് ഇടും. ഇത് ഓഫ് ചെയ്യാം കേട്ടോ, സ്റ്റവ് ഓഫ് ചെയ്ത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില, 3-4 പച്ചമുളകും ഇട്ട് മിക്സ് ചെയ്യും. ഇതിപ്പോൾ മല്ലിയില വേണ്ടാന്നുള്ള ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട, പച്ചമുളക്. പക്ഷേ നോർമലായിട്ട് മല്ലിയിലും പച്ചമുളക് ഇടും. നോർമൽ പഞ്ചാബീസൊക്കെ ചെയ്യുന്നതാണ്. ഇതൊരു പഞ്ചാബി ഡിഷാണ് കേട്ടോ. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ പെട്ടെന്ന് അതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ചപ്പാത്തിയാ മറ്റേ തവ പൊറോട്ടയോട് കഴിക്കാം. ലച്ച പൊറോട്ട എന്ന് പറഞ്ഞാൽ ആട്ട കൊണ്ടുള്ള പൊറോട്ട, ലെയറായിട്ടുള്ള പൊറോട്ട, അതൊക്കെ ഇതിൻ്റെ കോമ്പിനേഷനാണ്. എല്ലാം കഴിഞ്ഞു. ആദ്യം അരി തുറക്കണം. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടാ. ജീര റൈസ് എടുത്തു. തരേശൻ ചേട്ടൻ ഇത്തിരി സമയം ഇരിക്കാൻ പോയി. ആൾക്കേ കാല് കളിച്ചു. ഐ പോവാ വന്നോ? അങ്ങോട്ട് പോവാ നമുക്ക്. ശരി അവിടെ ഇരിക്കും. ചോറ് എടുക്കണം. ഇത് സരിതിക്ക് ചോറ് ഇനി ഇടണം, മതി. ആവശ്യം എടുക്കാം. ഞാനും ചോറ് എടുക്കണം. ഞാൻ അടി എടുക്കണ്ട. ഞാൻ കുറച്ചകത്ത് ചോറുണ്ട്. ചേട്ടനും തരേശൻ ചേട്ടനും കുറച്ച് നേരത്തെ ചോറുണ്ടാകാറുണ്ട്. അവർക്ക് അധികം വിശപ്പില്ല എന്ന് പറയണേ സാധനം. ഇത് പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടാ. പഞ്ചാബി ഫുഡ് കഴിക്കും. എങ്ങനെയുണ്ട് നോട്ടെ. ഇങ്ങനെ മറ്റേ കളി കളിക്കില്ലേ? എനിക്കറിയില്ല. വാ ഞാനിട്ട ടവലെടുത്ത് കറക്കിയിട്ട് കളിക്കാൻ വേണ്ട. റൈസ് തന്നെ അയച്ചോട്ടാ, കുഴപ്പമില്ല. നെയ്യിൻ്റെ ഒരു മണമുണ്ട്. അത് കാരണം ചൂടാറുമ്പോഴേക്കും കഴിക്കണം. ഇത് നല്ല ചൂട്ടോളിയിൽ തരാന്നുണ്ടല്ലേ നമുക്ക് ഭക്ഷണം. കടലയ്ക്ക് നമ്മൾ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് അല്ലേ കടല. ചിക്കൻ അങ്ങനെ നമ്മൾ പഞ്ചാബി സാധനം കഴിക്കുകയാണ്. ഇപ്പോൾ താജ് ഹോട്ടലിൽ വന്നിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ എത്ര രൂപയാവും? എൻ്റെ അമ്മേ. പിന്നെ റൈസിനും കൂടിയിട്ട് എല്ലാം കൂടെ നമ്മളൊരു 2000 വരെ സാധനമാണ് ഈ കഴിക്കണേ. ഈ ചോറ് എന്തോരം കൂട്ടാൻ കിട്ടും? കുറച്ച് അല്ല അവിടെ ബുഫേ ആണല്ലോ കൂടെ. പിന്നെ അലാക്കാട്ട് ഓർഡർ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കണം. ഇത് കൂടുതലും പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാം. പാർട്ടിയിൽ ജസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഉണ്ടാക്കും. ടേസ്റ്റ് ഇല്ലേ? അടിപൊളി. അപ്പോൾ ഈ പഞ്ചാബി സാധനം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പറഞ്ഞ പോലെ തരേശൻ ചേട്ടൻ പറഞ്ഞു ഇത് താജ് ഹോട്ടലിൽ പോയി ഒരു മണം കൂടുതലാന്ന് മാത്രം. അതൊന്നും കുഴപ്പമില്ല. താജ് ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ 2000 രൂപ വരുന്നു ഒരു പ്ലേറ്റ് കൂട്ടാനും. അതാണ് നമുക്ക് വളരെ നിസ്സാരമായ കാശ് കൊണ്ട് തരേശൻ ചേട്ടൻ ഉണ്ടാക്കിയത്. അപ്പോൾ തരേശൻ ചേട്ടനൊരു നന്ദി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സാധനം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോയിട്ടാണ് വരെ. നന്ദി, നമസ്കാരം.